കാട്ടൂർ പൊഞ്ചനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപമുള്ള കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണറുകളിൽ മാലിന്യം കലരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടൂർ സ്വദേശിയായ തെക്കേക്കര വിൻസെന്റിന്റെ വീട്ടിലെ കിണറിലാണ് മഴ ആരംഭിച്ചതോടെ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത്. വെള്ളത്തിന് രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ അയേണിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായും pH അളവ് കുറഞ്ഞിരിക്കുന്നതായും കണ്ടെത്തി. വെള്ളം ഉപയോഗശൂന്യമായതിനെ തുടർന്ന് സമീപത്തെ മറ്റു വീടുകളിലെ കുടിവെള്ളത്തിന് ആശ്രയിച്ചാണ് വിൻസെന്റും കുടുംബവും കഴിയുന്നത്. സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങൾ രാസവസ്തുക്കൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണർ ഉപയോഗശൂന്യമായതെന്നും ഇത് സംബന്ധിച്ച് കാട്ടൂർ പഞ്ചായത്തിൽ പരാതി നൽകിയതായും വിൻസെന്റ് പറഞ്ഞു. അതിന്റെ നല്ല രീതിയിൽ അതവർ കൈകാര്യം ചെയ്യണില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കിണറ്റിലെ വെള്ളം ആസിഡിൻ്റെയും അയണിൻ്റെയും അംശം കൂടുതലാണെന്നും അത് ഉപയോഗിക്കേണ്ട എന്നാണ് അധികൃതർ പറഞ്ഞു തന്നത്. ഇത് ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഒരു പ്രദേശത്ത് ബാധിക്കുന്ന പ്രശ്നമാണ്, പ്രത്യേകിച്ചും കുടിവെള്ള പ്രശ്നമാണ്. ഇതിനെതിരെ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിൻസെന്റായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, ഹെൽത്തിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പൊല്യൂഷനിലേക്ക് പരാതി കൊടുക്കാനായിട്ട് പോവുകയാണ്. 50 വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണിത്. 100 വർഷത്തിലേറെയായി ഈ പറമ്പ് ഞങ്ങൾ കോറിയുടെ കൈകളായിരുന്നു. ഏകദേശം 55 വർഷം മുമ്പ് കുത്തിയ കിണർ അപ്പം കുത്തിച്ച കിണറാണ്. ഈ കിണറിലാണ് ഞങ്ങൾ വലിയൊരു ഫാമിലി ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ 8 പേരുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തപ്പോൾ ഈ കിണറിലെ വെള്ളം വളരെ